എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളുടെ പുസ്തകമാണ് ഞാനിവിടെ പ്രകാശനം ചെയ്തത്. ഇഷ്ടമില്ല എന്ന അദ്ദേഹത്തോട് എനിക്കുണ്ടായത് എൻ്റെ അസൂയയിൽ നിന്നാണ്. കാരണം ഇത്ര മനോഹരമായി പ്രഭാഷണം നടത്തുന്ന ഒരാളെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന അസൂയയിൽ നിന്ന് എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നു. ശരിക്കും അസൂയ തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു അസൂയയുള്ള ഒരാൾ അങ്ങേ അറ്റത്തിരിക്കുന്നുണ്ട്, ആലങ്കോട് ലീലാകൃഷ്ണൻ. വലിയ പ്രഭാഷകരാണ് ഇവരെല്ലാം. വളരെ കൃത്യമായി കാര്യങ്ങൾ സരസമായി അതിമനോഹരമായി അവതരിപ്പിക്കുന്നവർ. നമുക്കറിയാം, KN ഖാദർ എന്നുള്ളൊരു പ്രഭാഷകൻ ഏത് സ്റ്റേജിലെത്തിയാലും ആ സ്റ്റേജിലെ വിഷയം എന്താണ് അവിടെ പറയേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ആഴത്തിൽ അവിടെ ഇരിക്കുന്ന ആരേക്കാളും നന്നാണ് ഏറ്റവും മനോഹരമായി പ്രസംഗിക്കും. ഒരു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ ഹൈന്ദവ ദർശനങ്ങളെക്കുറിച്ചും അതിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും സംസ്കൃത സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയും. എനിക്ക് ഒരിക്കൽ അസംബ്ലിയിൽ ഒരു പാട്ട് വരും. ഞാനിങ്ങനെ ഒരു പ്രസംഗം എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ MLA ആയ സമയത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ച് ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത, ഞാൻ പക്ഷെ കവിത ചൊല്ലുകയല്ലായിരുന്നു, കവിത പറയുകയാണ്. എനിക്ക് ചൊല്ലാൻ അറിയാത്തത്. ഉടനെ ഇദ്ദേഹം ഇടപെട്ടു, എഴുന്നേറ്റിട്ട് ഭൂമിക്കൊരു ചരമഗീതത്തിലെ ആ മനോഹരമായ 4 വരികൾ അദ്ദേഹം ചൊല്ലി. അപ്പൊ എന്നോട് PT തോമസ്, എന്റെ അടുത്തിരുന്ന PT തോമസ് എന്നോട് പറഞ്ഞു, നിന്റെ പ്രസംഗം ഗംഭീരമായിരുന്നു, പക്ഷെ സാധനം KN ഖാദർ കൊണ്ടുപോയത്. ഇത് എനിക്കുണ്ടായ അനുഭവമാണ് നിയമസഭയിൽ. അതിമനോഹരമായിട്ടാണ് ആ ഭൂമിക്കൊരു ചരമഗീതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ചൊല്ലാൻ അറിയില്ല. അത് മനോഹരമായി ആ കവിത എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ ചൊല്ലേണ്ടത് അത് ചൊല്ലിയ ആളാണ്. ഈ പുസ്തകം ഇതിന്റെ പേര് തന്നെ ഏറ്റവും മനോഹരമാണ്, വ്യാകരണമില്ലാത്ത ജീവിതം. അപ്പൊ തന്നെ നമുക്കൊന്ന് വായിക്കാൻ നമുക്ക് തോന്നും. ഇത് ഒരുപാട് ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ബാല്യകാലത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ആ ഗ്രാമത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ഗ്രാമങ്ങളിലേക്ക് നടത്തിയ യാത്രകളെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായത്, പിന്നെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായത്, എങ്ങനെയാണ് മുസ്ലിം ലീഗുകാരനായത്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം, നാടകം, പ്രഭാഷണം, എഴുത്ത്, ഇങ്ങനെ നിരവധിയായ മേഖലകൾ, കുടുംബം, ഇതൊക്കെയായി ബന്ധപ്പെട്ട നിരവധിയായ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം കണ്ടുമുട്ടിയ ഒരുപാട് വ്യക്തികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അത് വലിയ അറിയപ്പെടുന്ന ആളുകളുണ്ട്, സാധാരണക്കാരായ മനുഷ്യരുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പുസ്തകത്തിൽ ചെറുപ്പം തൊട്ട് അദ്ദേഹം കണ്ടുവരുന്ന ഒരുപാട് മനുഷ്യരുടെ പേരുകൾ അദ്ദേഹം ഓർത്തുവെച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ ഈ പുസ്തകം മടക്കി വെച്ചിട്ട് എന്റെ ബാല്യത്തിൽ ഞാൻ കണ്ടുവരുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ ഓർക്കാൻ ശ്രമിച്ചു. പലതും എനിക്ക് പറ്റുന്നില്ല, പേരുകൾ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നും ഞാൻ പേര് നന്നായി പറയുന്ന ആളുകളൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് വളരെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരുടെ പേരുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്. ആ പേരുകളെല്ലാം നല്ല രസകരമായ കഥാപാത്രങ്ങളുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ ഇപ്പൊ വായിച്ചു കഴിഞ്ഞാൽ വായനക്കാരനായ നമ്മുടെ മനസ്സിൽ കിടക്കും. ഇപ്പൊ ചാമ്പ്യൻ അലവി, പേര് കേട്ട ഞെട്ടും. ചാമ്പ്യൻ അലവി പട്ടാളത്തിൽ നിന്ന് പുറത്താക്കിയതാണ്. ബ്രിട്ടീഷുകാരെ കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുക ആളുകളെ, ചെറുപ്പക്കാരെ പട്ടാളത്തിൽ തന്നെ. ഇദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കാൻ കാര്യം എന്താണെന്ന് അറിയാം, അവര് 3 ടൈപ്പുള്ള ഷൂ ഉണ്ടാക്കുന്നു പട്ടാളക്കാർ. ഈ 3 ഷൂ ഇദ്ദേഹത്തിന്റെ കാലിൽ ചെയ്തില്ല. അതിനേക്കാൾ വലിയ കാലാണ്, 6 അടി പൊക്കമുള്ള അധികായനായ ആളാണ് ചാമ്പ്യൻ അലവി. അപ്പൊ അദ്ദേഹത്തിന് പാകമുള്ള ഷൂ ഉണ്ടാക്കാൻ പട്ടാളത്തിന് പറ്റിയില്ല, അതുകൊണ്ട് പട്ടാളത്തിൽ നിന്ന് പിരിച്ചു. ഈ ചാമ്പ്യൻ അലവിയാണ് KN ഖാദർ അടക്കമുള്ള ആളുകളുടെ സുന്നത്ത് കല്യാണം നടത്താൻ പിള്ളേര് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ബലം പിടിച്ച് കൈയും കാലും അനക്കാതെ ഇരുത്തിയിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിരുന്നതാണ്. എന്തൊരു കഥാപാത്രമാണ്! ഇത് രസകരമായിട്ടാണ് ചാമ്പ്യൻ അലവി അദ്ദേഹം പറയുന്നത്. അപ്പൊ സുന്നത്തിനെ ചെയ്യുന്നതിനേക്കാൾ ആളുകൾക്ക് പേടി ചാമ്പ്യൻ അലവിയുടെ മടിയിൽ ബലം പിടിച്ചിരുത്തുന്നതാണ് എന്നുള്ള ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്വന്തമായ തന്നെ ഒരു നർമ്മബോധം അസാമാന്യമായിട്ടുള്ള ഒരാളാണ്. പ്രസംഗത്തിലൊക്കെ ആ നർമ്മബോധം മുഴുവൻ ഇതിലുണ്ട്. അങ്ങനെ കുറെ പടകോടൻ കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം, പടകോടൻ കുട്ടിക്ക് എന്ത് വന്നാലും ചികിത്സ പടകോടൻ കുട്ടിയാണ്. സൈക്കിളിൽ വീണ് കൈയടിഞ്ഞാലും കാലൊടിഞ്ഞാലും എല്ലാം അവിടെ ഓർത്തോപെഡീഷ്യനെ പോലെ ചെയ്യും. മർമ്മ വിദഗ്ധനാണ്, നാടൻ വൈദ്യനാണ്, ഇതെല്ലാം ചെയ്യും. അതുപോലെ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഒരുപാട് രസകരം. പായസം കാക്ക, പായസം വിറ്റുകൊണ്ട് നടക്കുന്ന ആളാണ് സൈക്കിളിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ
പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി കളയണമെന്ന് പറഞ്ഞു. കാല് മുറിച്ചു മാറ്റി കളയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തകർന്നു. അപ്പോഴാണ് കഥ സാഹിബ് അദ്ദേഹത്തെ കൊണ്ട് തോരപ്പ ബാപ്പുക്കാരുടെ അടുത്ത് പോകുന്നു. തോരപ്പ ബാപ്പുക്ക എന്ന് പറയുന്നത് വലിയ ഹോമിയോ ഡോക്ടറും എല്ലാത്തിനും മരുന്ന് കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം കാല് മുറിച്ചു കളയാതെ ഇദ്ദേഹത്തിന്റെ അസുഖം മാറ്റിക്കൊടുക്കും. അപ്പൊ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോൾ പിന്നീട് ആ സൈക്കിളിന്റെ മുമ്പിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്, എന്റെ അസുഖം മാറ്റിയ തോരപ്പ ബാബുക്കാക്കും അത് മാറ്റിത്തരാൻ സഹായിച്ച KNA ഗാന്ധ സാഹിബിനും അഭിനന്ദനങ്ങൾ, നന്ദി എന്ന് പറഞ്ഞു. സൈക്കിളിൽ പോവാം. ഇതൊരു രസകരമായ അനുഭവങ്ങളാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ മരുന്നിന്റെ മണമുള്ള വീട്, ബാപ്പ ഒരു വൈദ്യനായിരുന്നു. അപ്പൊ മരുന്നിന്റെ മണമുള്ള വീടാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിന് മരുന്നിന്റെ ടേസ്റ്റ് വരും. അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ നമ്മളാ വീട്ടിൽ മരുന്നിന്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് നമ്മളാ വീട്ടിൽ ഇരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ ബാല്യകാലത്തിലേക്കും ആ കാലഘട്ടത്തിലേക്കും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയാണ്. ജീവിതത്തിൽ കണ്ട ഒരുപാട് നാടകം അഭിനയിക്കുക, പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, പ്രസംഗ മത്സരത്തിൽ ചേരുക, ഉപന്യാസം എഴുതുക, സമ്മാനം മേടിക്കുക, എല്ലാ കുട്ടിയുടെയും നമ്മളൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ബാല്യത്തിലെ ആ രസകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിലൂടെ നമ്മൾ വീണ്ടും തിരിച്ചറിയുകയാണ്. നമ്മളെ വീണ്ടും നമ്മുടെ ബാല്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന അതേ അനുഭവമാണ്. പിന്നെ കുറെ വ്യക്തികളെ കണ്ടത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ഒരാളെ കാണുകയാണ്. ഖാദർ സാഹിബ് ബോബി കോളർ ഷർട്ട് ഇട്ട്, ബെൽ ബോട്ടം പാന്റ് ഇട്ട്, മുടി സ്വല്പം വളർത്തി സുന്ദരനായ ഒരാൾ, കണ്ടാൽ സിനിമാ നടനെ പോലെ തോന്നും. ചെറുപ്പത്തിലാണ്. ആരാന്നറിയാമോ? ഞാൻ ഈ പുസ്തകം ആരാണ് എന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയത്? ശ്രീ PK കുഞ്ഞാലി സാഹിബ്. കുഞ്ഞാലി സാഹിബിനെ പറ്റി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടാൽ സിനിമാ നടനാണെന്ന് തോന്നും. മുടിയൊക്കെ വളർത്തി, ബെൽബോട്ടം പാൻഡിട്ട്, അന്നത്തെ കാഷനാണ്. ബോബി കളറിട്ട് MSFന്റെ സംസ്ഥാന ട്രഷറർ. ബസ് കയറി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ASFന്റെ സംസ്ഥാന ഭാരവാഹി ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ആ ബന്ധം നീണ്ടു നിൽക്കുന്നതിനെ കുറിച്ചാണ്, കുഞ്ഞാലി സാഹിബിനെ പറ്റി കാണുന്നതിനെ കുറിച്ചാണ് അതിൻ്റെ അകത്ത് വളരെ രസകരമായി അത് അവതരണം. കാരണം ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഒരാളൊക്കെ നമുക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അപ്പൊ കുഞ്ഞാലി സാഹിബ് അവിടെ KSRTC സ്റ്റാൻഡിൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ശിഹാബ്ദങ്ങളെ കുറിച്ച്, കൊരമ്പയിലാമുകളെ കുറിച്ച്, ശിഹാബ്ദങ്ങളുമായി യാത്ര പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഞാൻ വേറെ കാര്യത്തിലാന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. ആ കാറ് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മയെ ഏൽപ്പിക്കുകയാണ്. ഞാൻ കൊണ്ടുപോയ ആളെ ഞാനിതാ തിരിച്ചെത്തിച്ചിരിക്കുന്നു എന്ന് ശിഹാബ്ദങ്ങളോട് പറയാം. സാദിഖ് അലി തങ്ങളെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ അവസാനത്തെ പാരഗ്രാഫ്. ഭയങ്കര രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എല്ലാ കാര്യത്തെക്കുറിച്ചും, വിവിധ മതസ്ഥരെ കുറിച്ചുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന്. കേരളത്തിൽ വേണ്ടതാ നിലപാടാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വത്തിന്റെ അംബാസഡറായിട്ട് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. കൊരമ്പയിൽ അഹമ്മദ് ഹാജിയെ കുറിച്ച്, ബിനോയ് വിശ്വത്തെ കുറിച്ച്, സുധാകർ റെഡ്ഡിയെ കുറിച്ച്, അല്ലേ, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ച്, പിന്നെ ചെയ്ത യാത്രകളെ കുറിച്ച്, ഡൽഹിയിലേക്ക് പോയ യാത്ര, യമുനയുടെ തീരത്ത് ടെന്റ് കെട്ടി താമസിച്ചത്, അവിടെ കുളിച്ചത്, ചെളിവെള്ളത്തിൽ കാല് ചവിട്ടിയാൽ കാലിന് പോകുന്ന ചെളിയുള്ള വെള്ളത്തിൽ അവിടെ കുളിച്ചത്, പിന്നെ മോസ്കോയിലേക്ക് പോയത്, ലെനിൻ മുസോളിയത്തിൽ പോയത്, ലെനിന്റെ ശവശരീരം കണ്ടത്, പിന്നെ കമ്മ്യൂണിസത്തെ കുറിച്ച്, ഒരു കമ്മ്യൂണിസത്തിന് പറ്റിയ അപജയത്തെ കുറിച്ച്, മോസ്കോയിൽ കണ്ട ഭിക്ഷാടകരെ കുറിച്ച്. അപ്പോ മധുര മനോഹരമായ സ്ഥലങ്ങളാണല്ലോ ചൈനയും റഷ്യയും എല്ലാം. അവിടെ ചെന്നു കഴിഞ്ഞപ്പോ സോഷ്യലിസം പുലർന്ന നാളുകളിൽ ഭിക്ഷാടകർ വന്ന് ഭിക്ഷ ചോദിക്കുന്ന സ്ഥിതി കണ്ടത്, ആ കമ്മ്യൂണിസത്തിന് പറ്റിയ തകർച്ചയെ കുറിച്ച് പറഞ്ഞത്. അപ്പോഴും മാർക്സിനെ ഒന്ന് ചേർത്ത് നിർത്തുന്നുണ്ട്, ഇല്ലേ, മാർക്സിന് പറ്റിയ കുഴപ്പമല്ല എന്ന് പറഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ചുള്ള. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി, അതിൽ ആളൂർ പ്രഭാകരന്റെ, ശ്രീധരൻ മാഷിന്റെ ഒക്കെ റോള് എല്ലാം പറയുന്നുണ്ട്. വളരെ രസകരമായി പറയുന്നത്. ഞാനിത് മുഴുവൻ കാണാനുള്ളതാണ്, ആദ്യം മുതൽ അവസാനം വരെ കാണാനുള്ളതാണ്. അത്ര രസകരമായിട്ടാണ് അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ജീവിതാനുഭവങ്ങളാണ് അതിലൂടെ പറയുന്നത്. പിന്നെ ലീഗിൽ വന്നതിന് ശേഷം ലീഗുമായുണ്ടായ ബന്ധങ്ങൾ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് അത് തങ്ങളുടെ നല്ല ഉഗ്രൻ നിർവചനം കൊടുക്കുകയാണ്. അതിന് മറ്റത് സൈദ്ധാന്തികമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, ഇവിടെ പ്രായോഗികമാണ്. അതിനേക്കാളും മറുപടിയില്ല. കാരണം ഒരു ധർമ്മസങ്കടത്തിൽ പെടുന്നുണ്ട് KNA.
ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ലീഗിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെയും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മസങ്കടത്തിൽ പെടുന്നുണ്ട്. ആ ധർമ്മസങ്കടമാണ് തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ മാറ്റിക്കൊടുക്കുന്നത്. പ്രായോഗികമായ വശമാണ്. മറ്റതെല്ലാം നല്ലത് വരണം എന്നുള്ള നമ്മുടെ സങ്കല്പവും ആഗ്രഹമാണ്. അത് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, ഒരുപാട് സ്നേഹപൂർവമായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രായോഗികതയെ കുറിച്ചാണ് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇവിടെ പറഞ്ഞത്. ഈ ഒരു സംഭവം എല്ലായിടത്തും ഉണ്ട്. അപ്പോ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് നേതാവാകാൻ കഴിയും, കലാകാരനാകാൻ കഴിയും, പ്രഭാഷകനാകാൻ കഴിയും. ഇനി അഭിഭാഷകന്റെ ജീവിതം മെഡിക്കൽ ലീഗൽ കേസുകളാണ് ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലേ? മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ചൊക്കെ ഡോക്ടർമാരെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തൊരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അവരുടെ വെക്കിട്ടങ്ങനെ കയറരുത് എന്നെല്ലാം പറഞ്ഞ് അവരെ സംരക്ഷിക്കുന്നുണ്ട്. അതിൽ എക്സ്പേർട്ടൈസ് ചെയ്ത്. അപ്പൊ ആ ഫീൽഡിലും തെളിഞ്ഞു, നാടകാഭിനയത്തിൽ തെളിഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ നസീറിനോടും മമ്മൂട്ടിയോടൊപ്പം സിനിമയിൽ അഭിനയിക്കാൻ പോയ കാര്യങ്ങൾ, ഇതെല്ലാം ഭയങ്കര ഒരാളുടെ ജീവിതത്തിലെ വൈവിധ്യങ്ങളാണ്. സൈദ്ധാന്തികമായി സംസാരിക്കുന്നത്. പിന്നെ ഒരാൾ പ്രസംഗിക്കുന്നത് പിന്നെ അയാൾ എല്ലാവരുടെയും കൂട്ടിക്കൊണ്ടുപോകാതെ കുടുംബം ഉണ്ടാവില്ല. പാതിരാത്രിക്കും പറ്റും. അപ്പൊ ആ കുടുംബം അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ആ കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിച്ചത്, അവരെ വിവാഹം കഴിച്ച് അയപ്പിച്ചത്, അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള നടത്തിയ ശ്രമം, ആ ഉത്തരവാദിത്തങ്ങളും കൂടി ഒരു വ്യക്തി ഏറ്റെടുക്കണം. അപ്പൊ സാംസ്കാരിക പ്രവർത്തനം, പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, കലാപ്രവർത്തനം, അഭിഭാഷകൻ എന്നുള്ള ജോലി, MLA എന്നുള്ള ജോലി, നിയമസഭയിലെ കാര്യങ്ങളൊക്കെ രസകരമായി അദ്ദേഹം പറയുന്നത്. ഷാഫി പറമ്പിൽ ഇദ്ദേഹം ഒരു പോയിന്റ് എഴുതി വെച്ചു, ഒരു പ്രസംഗത്തിൽ പോയിന്റ് എല്ലാം എഴുതി വെച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഈ പാനൽ ഓഫ് ചെയർമാൻ ആയതുകൊണ്ട് സ്പീക്കറുടെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സ്പീക്കറിന്റെ ഡെപ്യൂട്ടി സ്പീക്കറില്ലേ. അപ്പൊ അദ്ദേഹം ഇതെല്ലാം മടക്കി വെച്ചിട്ട് നേരെ സ്പീക്കറിന്റെ കസേരയിൽ പോയിരുന്നു. അപ്പോ ഷാഫി പറമ്പിലെ പ്രസംഗിക്കാൻ വിളിച്ചു. നോക്കിയപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ച പോയിന്റ് എല്ലാം ഷാഫി പറമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അന്തം വിട്ടുപോയി. ഞാൻ പ്രസംഗിക്കാൻ പറ്റിയ സാധനമൊന്നും ഷാഫി പറമ്പ് ഇറങ്ങി വന്നപ്പോ ഷാഫി പറയാതെ അത് ഞാൻ അടിച്ചു മാറ്റി. അത് ഗാദറിക്കൊക്കെ ഇനി ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പ്രസംഗിക്കാൻ. കയ്യിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെയൊക്കെ വിശ്വാസമാണ്. സ്റ്റോക്ക് ഒരിക്കലും തീരില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും. അത് തന്നെ ഷാഫി ചെയ്ത്. ഷാഫി പ്രിപ്പറേഷനും ഇല്ലാതെ ഓടി വന്നപ്പോ എന്ത് പ്രസംഗിക്കുന്നത് വളരെ എഴുതി വെച്ചേക്കുക. ആ സൗഹൃദമാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം നിയമസഭയിൽ MLA ഫണ്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഉൾപ്പെടെ അദ്ദേഹം നടത്തിയല്ല. ഞാൻ എല്ലാ കാര്യവും വായിച്ചാൽ നിങ്ങളൊരു പുസ്തകം പഠിക്കും. അത് കുറെ ഇതിനേക്കാൾ വിറ്റുണ്ട്. ഞാൻ മുഖം പറയുന്നതാണ്. നിങ്ങൾ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവരും വായിക്കണം. തീർച്ചയായിട്ടും അതൊരു മനോഹരമായ ആലങ്കോട് ലീലാകൃഷ്ണന്റെ അതിമനോഹരമായ ഒരു അവതാരം. പുസ്തകത്തിന്റെ ഉള്ളു കണ്ടറിഞ്ഞ് രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഞാൻ പറയുന്നതും അദ്ദേഹം പറയുന്നതൊക്കെ തമ്മിൽ ഒരുപാട് താരതമ്യം വരും, അല്ലേ? നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചെടുക്കുന്ന ചില ഭാഗങ്ങൾ. അത് അതിമനോഹരമായ, ഈ പുസ്തകത്തിന് യോജിച്ച അതിമനോഹരമായ ഒരു അവതാരം. അതിന് ഞാൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ അഭിനന്ദിക്കുന്നു. പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ശ്രീ ഫസ്മി റഹ്മാനെയാണ്. ഇത് കേട്ട് എഴുതിയെന്നാണ്. അത്ര എളുപ്പമല്ല ഇത് കേട്ട് എഴുതാൻ. അത് ഭംഗിയായി, അതിന്റെ വൈകാരികമായ ഭാവങ്ങൾ ചോർന്നു പോകാതെ അതിഭംഗിയായിട്ടാണ്, അത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഒരു രാജന്റെ മരണമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തന്നെ സങ്കടം വന്നു. നമുക്ക് അറിയാവുന്ന ഒരാൾ വിമാനാപകടത്തിൽ മരിച്ചിട്ട് ആദ്യത്തെ ഫോൺ വരുമ്പോഴുള്ള ഒരു സംഭവം ഞാൻ എന്റെ ഉള്ളൊന്ന് തേടി. അതാ എഴുത്തിന്റെ പ്രത്യേകത കൂടി. അതിന്റെ വൈകാരിക ഭാവങ്ങൾ കളയാതെ ഒരു മനോഹരം. ഞാൻ പറയുന്നത് എല്ലാവരും വായിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ, ബാല്യത്തെ, നമ്മുടെ യൗവനത്തെ, നമ്മുടെ വൈവാഹിക ജീവിതത്തെ, നമ്മുടെ പൊതുപ്രവർത്തനത്തെ എല്ലാം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള അതിമനോഹരമായ ഒരു, ഞാനതിനെ ആത്മകഥ എന്നൊന്നും പറയുന്നില്ല, അതിനൊക്കെ എഴുതാൻ അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്. ഇതിൽ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നാണ്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഒന്നും കൂടി അത് വേറെ തരത്തിൽ അത് ഇനിയും വരുമെന്നാണ് ഇതിന്റെ തുടർച്ചയായിട്ട് ഇനിയും പുസ്തകങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ശ്രീ KN ഖാദറിനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പിന്നെ അദ്ദേഹം എന്നെ ഈ പുസ്തക പ്രകാശനം നടത്താൻ എന്നെ ക്ഷണിച്ചതിലൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്നോട് കാണിച്ച ഒരു ആദരവായി ഞാൻ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ മാത്രം പങ്കെടുക്കാൻ വേണ്ടി, ഞാൻ എറണാകുളത്ത് നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം എത്തിയത്. ഞാൻ തിരിച്ചും പോവുകയാണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട്
ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.